നമസ്കാരം. ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള ബി.ജെ.പി. ജെ.ജെ.പി. സഖ്യമന്ത്രിസഭ രാജിവെച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. ഗവർണർ ബന്ദാരു ദത്താത്രേയെ കണ്ട് ഖട്ടർ ഇതിനോടകം തന്നെ രാജിക്കത്ത് നൽകിയിട്ടുമുണ്ട്. സഖ്യകക്ഷികളായ ബി.ജെ.പിയും ജനനായക് പാർട്ടിയും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായതിന് തൊട്ടു പിന്നാലെയാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഒരു അപ്രതീക്ഷിത സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ജെ.ജെ.പിയുടെ നേതാവായ ദുഷ്യന്ത് ചൌട്ടാല ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായി കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സീറ്റ് വിഭജന ചർച്ചകൾ നടത്തിയിരുന്നു. ഈ ചർച്ചകൾക്ക് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ അവിടെ ബി.ജെ.പിയുടെ മേൽക്കോയ്മ തുടരും എന്ന് തന്നെ വേണം നമ്മൾ കരുതാൻ. ബി.ജെ.പി അവിടെ വീണ്ടും സർക്കാർ രൂപീകരിക്കുക തന്നെ ചെയ്യും. ഇതിനും വ്യക്തമായ കാരണമുണ്ട്. സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ ഇതിനോടകം തന്നെ ഖട്ടർ തുടങ്ങി വെച്ചിട്ടുണ്ട്. അതിനായി അദ്ദേഹം ബി.ജെ.പി. എം.എൽ.എമാരുടെയും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര എം.എൽ.എമാരുടെയും പിന്തുണ തേടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഹരിയാനയിൽ നിന്നുള്ള പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ട്. എന്തായാലും ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നത് ഒരു അപ്രതീക്ഷിത നീക്കം തന്നെയാണ്. പക്ഷേ ഈ നീക്കത്തിനൊടുവിൽ കരയാൻ പോകുന്നത് ബി.ജെ.പി. ആയിരിക്കില്ല. കാരണം ബി.ജെ.പി. തന്നെയായിരിക്കും അവിടെ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത്. ബി.ജെ.പിയുടെ സർക്കാർ വീണു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾക്ക് എത്ര മണിക്കൂറുകൾ ആയുസ് ഉണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.